ഒരാളെ നമുക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ സങ്കല്പിക്കാം. അയാൾ അള്ളാനെ പരിചയപ്പെടാം. അയാൾക്ക് അള്ളാനെ അറിയില്ല, അയാൾക്ക് അള്ളാനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ അയാൾ തീരുമാനിച്ചു ഇവർ കുറേ കാലങ്ങളായല്ലോ ഒരു അള്ളാഹ് എന്ന് പറയുന്ന ഒരു ദൈവത്തിനെ പരിചയപ്പെടും, ഞാനൊന്ന് പഠിക്കട്ടെ അള്ളാഹിനെ പറ്റിയിട്ട്. അയാൾ ആദ്യം ഖുർആൻ തുറക്കാം. ഖുർആൻ തുറന്നിട്ട് ആദ്യം അയാൾ കാണുന്ന വാചകം ബിസ്മില്ലാ, അള്ളാഹുവിന്റെ പേര് കൊണ്ട്. പിന്നെ അള്ളാഹിനെ പരിചയപ്പെടുത്താം, അള്ളാഹിനെ പരിചയപ്പെടുത്താം. നമ്മളിങ്ങനെ ചിന്തിക്കുക, ഒരാൾ വന്നിട്ട് നമ്മളോട് നമ്മൾ ആരാണെന്ന് ചോദിക്കുന്നു. നമ്മൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് പറയും? പേര് പറയും. പേര് പറഞ്ഞാലാണ് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിയുന്നത്, അല്ലേ? ഇസ്മു ആലം എന്ന് പറയും, എന്നെ വേർതിരിയും. രണ്ടാമത് നമ്മൾ പറയുന്ന കാര്യം ആര് എന്നാണ് പറയാ. ഞാൻ ആരെന്ന് ചോദിക്കുന്നത് മനുഷ്യൻ മൃഗം എന്ന അർത്ഥത്തിലല്ല. ഞാൻ എന്ത് ഞാൻ പറയും, ഞാൻ ഇന്ന കമ്പനിയുടെ മാനേജറാണ്. എന്തിനാണെന്നറിയോ? എനിക്ക് റെക്കഗ്നീഷൻ കിട്ടണം. കാരണം ഞാൻ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങാൻ വേണ്ടി പോവാണ്, സംസാരിക്കാൻ വേണ്ടി തുടങ്ങാൻ. ഇനി അങ്ങോട്ടുള്ള ഇടപാടിൽ നിങ്ങളെന്നെ ബഹുമാനിക്കണം. സത്യമാണല്ലേ? അപ്പൊ ആ ബഹുമാനം കിട്ടണമെങ്കിൽ ഞാൻ അലങ്കരിക്കുന്ന പദവി എന്താണെന്ന് നിങ്ങൾ അറിയണം. നമ്മൾ ഔട്ടർ ലെയറിൽ ഇതൊന്നും ചിന്തിക്കുന്നില്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഇത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ടല്ലോ. അപ്പോഴാണ് അയാൾ പറയുന്നത് ഞാനിങ്ങനെ ഇന്ന ഇതിന്റെ കൊളാണ്ടറാണ്, തലവനാണെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മാറി, നമ്മുടെ വേ ഓഫ് പ്രസന്റേഷൻ മാറി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ടോൺ മാറി. എന്താ കാര്യം? അയാൾ വലിയ പദവിയുള്ള ആളാണെന്ന് മനസ്സിലായി. നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴും എങ്ങനെ പരിചയപ്പെടുത്തുക? ഞാൻ വലിയ കമ്പനിയുടെ നേതാവാണ്, ഞാൻ വലിയ മൗലാനയാണ്, വലിയ ആലിമാണ്, വലിയ പണ്ഡിതനാണ്, കഴിവുള്ളവനാണ്, ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എന്നെ നോക്കേണ്ട പോലെ നിങ്ങൾ എന്നെ എന്ത് ചെയ്യണം? പരിഗണിക്കണം. ഇതാണ് പറയാതെ പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരാളോട് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഭയങ്കര സ്നേഹമുള്ളവനാണ് കേട്ടോ. നിങ്ങൾ ആലോചിക്കും, നമ്മൾ ഈ കാലത്തിന്റെ ഇടയിൽ സംസാരിച്ച സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയാറുണ്ടോ? ഞാൻ ഭയങ്കരം എല്ലാ ആളുകളോടും എംപതി കാണിക്കുന്ന ആളാണ് കേട്ടോ. നെവർ. നമ്മളങ്ങനെ പറയാറില്ല ഉണ്ടോ? എപ്പോഴും മനുഷ്യൻ അവനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അവന്റെ അധികാരത്തിനെ കുറിച്ചാണ് പറയുക. മനുഷ്യൻ കീഴ്പ്പെടുത്താനാണ് അവന്റെ എല്ലാ ശ്രമങ്ങളും നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ കാര്യം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണമെങ്കിൽ അള്ളാഹിനെ പരിചയപ്പെടുത്തല്ലേ ഞാനത് പറയാൻ വേണ്ടി ഇതെല്ലാം പറഞ്ഞത്. അള്ളാഹ് എന്ത് ചെയ്യാണ്? തന്റെ അടിമന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ. ഏതടിമ? അള്ളാഹ് അംഗീകരിക്കുന്ന അടിമ മാത്രമല്ല കേട്ടോ, അത് അംഗീകരിക്കുന്ന അടിമ മാത്രമല്ല, IQ 120 നിൽക്കുന്ന ഏറ്റവും ഇന്റലിജൻസ് കൂടിയ മനുഷ്യൻ, ആ മനുഷ്യൻ മുതൽ ഇന്റലിജൻസ് ഏറ്റവും കുറവുള്ള മനുഷ്യൻ, ചിന്താശക്തി കൂടിയവൻ, കുറഞ്ഞവൻ, മതത്തെ വിശ്വസിക്കുന്നവൻ, വിശ്വസിക്കാത്തവൻ, ദൈവത്തെ അംഗീകരിക്കുന്നവൻ, അംഗീകരിക്കാത്തവൻ, എല്ലാവരുടെ മുമ്പിലും അള്ളാഹിനെ പ്രസന്റ് ചെയ്യാൻ പോവാണ്. പ്രസന്റ് ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മൾ ഈ മനുഷ്യന്റെ ആ ചെറിയ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ അള്ളാഹ് എന്തായിരിക്കണം പറയേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ അള്ളാഹിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ബിസ്മില്ലാ, അള്ളാഹ്, എൻ്റെ പേര് അള്ളാഹ് എന്നാണ്, എൻ്റെ പേര് അള്ളാഹ് എന്നാണ്. നിങ്ങൾ ആദ്യം എന്നെ പറ്റി മനസ്സിലാക്കേണ്ടത് റഹ്മാൻ, അങ്ങേയറ്റം കരുണ ചെയ്യും, അങ്ങേയറ്റം കരുണ ചെയ്യും. അള്ളാഹു മനസ്സിലാക്കി തരട്ടെ. അടിമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിൽ കടുപ്പിക്കുകയാണ്. നീ അങ്ങനെ എൻ്റെ അധികാരം കണ്ടിട്ട് പേടിച്ചിട്ട് എന്നിൽ നിന്നും അകന്നു പോകല്ലേ. സാധാരണഗതിയിൽ ദുനിയാവിൽ നമ്മൾ ആരെ ഭയപ്പെട്ടാലും അയാളിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ആര്